നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പറ്റാത്ത ചില തിരക്കുകളിൽ പെട്ടുപോയി. ഏതായാലും അങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് എന്തായാലും പറയണം എന്ന് തോന്നി. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഫെബ്രുവരി 17-ാം തീയതി റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ബീഫ് കഴിക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്നടക്കം ഉള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കേരളത്തിലെ പല പാർട്ടികളും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. SFI പോലെയുള്ള പാർട്ടികളൊക്കെ ഇവിടെ ശക്തമായി ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. എന്തിനാണ് ഭക്ഷണത്തോട് ഇങ്ങനെ ഒരു വെറുപ്പ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുള്ള അടക്കമുള്ള ആളുകൾ ഇത് നമ്മുടെ സ്റ്റോറിയല്ല, ഇത് കേരള സ്റ്റോറിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ എപ്പോഴും കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു തോണിയിൽ കാലുറപ്പിച്ച് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. അതായത് ചിലർ എഴുതുമ്പോൾ അത് സത്യമാണെന്നും മറ്റു ചിലർ എഴുതുമ്പോൾ അത് പൂർണ്ണമായിട്ടും നുണയാണ് എന്നും പറയുന്ന ഒരു ഇരട്ടത്താപ്പ് ഒട്ടും ശരിയല്ല എന്നതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വളരെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ. ശ്രീനിവാസിന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത സിനിമ. മമ്മൂക്ക അതില് ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നു. അതിന്റെ ക്ലൈമാക്സിൽ ബാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ വളരെ പ്രശസ്തമാണ്. അതിലെ ആ ഡയലോഗിന്റെ ഇടയിൽ മമ്മൂക്ക പറയുന്ന ഒരു കാര്യമുണ്ട്: മാമ്പഴം കവിത വായിച്ചിട്ട് പിന്നീട് കേരളത്തിലെ ഓരോ അമ്മമാരും മക്കളെ തല്ലാതിരുന്നിട്ടില്ല എന്നും കലാസൃഷ്ടികൾക്ക് ആളുകളുടെ മനസ്സിൽ അത്ര വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയില്ല എന്നുമാണ് മമ്മൂക്ക ആ പടത്തിലൂടെ പറയുന്നത്. അതിനെ ശക്തമായി കയ്യടികളോടുകൂടി ഇറങ്ങിപ്പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ആ ഒരു പക്വത നമ്മൾ എല്ലാ കാര്യത്തിലും കാണിക്കണം എന്നുള്ളതാണ്. ഇതൊരു ക്രിയേറ്റിവിറ്റി ആണ് എന്നും, അതായത് അതിഭാവുകത്വം ഉണ്ടാവുമെന്നും, 3 എന്നുള്ളത് 3 ലക്ഷമോ 3 കോടിയോ ഒക്കെ ചിലപ്പോൾ ആയി എന്ന് വരുമെന്നും, അപ്പോൾ അതിനെ അതുപോലെ നോക്കി കാണുകയും അതിന് മറുപടിയായി ആ പറഞ്ഞ ആളുകൾ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിനെതിരെ നമ്മളൊരു സിനിമ ചെയ്ത് അവരുടെ സ്റ്റേറ്റിൽ കൊണ്ടുപോയി ഇറക്കുക എന്നുള്ളതാണ് ഇതിന് ശക്തമായ ഒരു മറുപടി എന്നുള്ള രീതിയിൽ കാണുകയാണ് ഇതിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പറയാനുള്ളത്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ മൊത്തം മതം മാറ്റുന്നു എന്നും ബീഫ് തിന്നിപ്പിക്കാൻ വേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാം. അങ്ങനെ ആരും ഇവിടെ ആരുടെയും അണ്ണാക്കിൽ പോയിട്ട് ഒരു കഷ്ണം ഇറച്ചിയൊന്നും വെച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് പ്രത്യക്ഷത്തിൽ അത് സത്യമാണെങ്കിലും നമ്മുടെ കേരളത്തിലെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കിലോമീറ്ററുകളോളം, അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ശുദ്ധ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ ഇതുപോലെയുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയകളിൽ നമുക്ക് അവിടെ എവിടെയും ഒരു വെജിറ്റേറിയൻ ആയിട്ട് ഒരു സദ്യ കഴിക്കാൻ കഴിയില്ല. മാത്രമല്ല അവിടെ കൂടുതലും മാംസം അതുപോലെ മീൻ കറി ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഹോട്ടലുകളിൽ കൂടുതലും ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സദ്യ വിളമ്പുന്ന ഹോട്ടലാണെങ്കിൽ അതിന്റെ തലപ്പത്ത് ഒരു മീൻകറിയോ അല്ലെങ്കിൽ മീൻ വറുത്തതോ വന്ന് വെക്കുന്ന ഹോട്ടലുകളുമുണ്ട്. അപ്പോൾ അതിഭാവുകത്വത്തോട് കൂടിയിട്ടാണ് ആ സിനിമയിൽ ഇങ്ങനെ ബീഫ് വായിൽ വെച്ചു കൊടുക്കുന്നത് അവർ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ ചെയ്യുന്നത് എന്ന് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവിടെ കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന കുറെ SFIക്കാർ പോയിട്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. ഒരുപാട് പേരെ ബീഫ് കഴിക്കാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്നൊട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഒരാൾ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാനുള്ള ഫുൾ റൈറ്റ്സ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇവിടെ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട് ഇവിടെ ആരും ബീഫ് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് വലിയ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് കഴിച്ചില്ലെങ്കിൽ എന്തോ വലിയ തെറ്റ് പോലെയാണ്. ഇപ്പൊ ബീഫ് കഴിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാറോ അല്ലെങ്കിൽ ശുദ്ധ വെജിറ്റേറിയൻ ആയ ഒരു സദ്യ പോലും കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ ഇവിടെ നീ ഇത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഇത് നിർബന്ധിപ്പിച്ച് കഴിക്കാൻ, കാരണം വേറെ അടുത്തൊന്നും ഹോട്ടലുകൾ ഇല്ലെങ്കിൽ നിങ്ങളൊരു ദൂരയാത്ര പോവുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം, വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത്. അപ്പോ
അങ്ങനെ ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറയുന്നത് ഇവിടെ ബീഫിന്റെ കാര്യം മാത്രമല്ല, അതായത് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ഇവിടെ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ആളുകൾ ഉണ്ട്. പക്ഷെ അത് വളരെ ചെറിയ വിഭാഗമാണ്. അതൊരു ന്യൂനപക്ഷമായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതായത് ഒരു 100 പേർക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വലിയ പ്രശ്നമാവുന്നുള്ളൂ. ഒരു 10 പേരെ ബാധിക്കുന്ന കാര്യം ഇവിടെ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കവിത കുറച്ചുപേരെ മാത്രം ബാധിക്കുന്നത് കൊണ്ട്, അമ്മമാരെ മാത്രം ബാധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീകളെ മാത്രം ബാധിക്കുന്നത് കൊണ്ട് അത് വലിയ പ്രശ്നമാവാതിരിക്കുകയും ഇവിടെ ബീഫ് പോലെയുള്ള കാര്യങ്ങൾ ഒരു വലിയ മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ വരുത്തി അത് വലിയൊരു സംഭവമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതി, അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഏതായാലും ആ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ സിനിമയിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും കേരള സ്റ്റോറി ആദ്യത്തെ സിനിമയേക്കാൾ ഒരുപാട് ക്രിയേറ്റീവ് സൈഡ് അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് തോന്നുന്നു. കാരണം മുന്നത്തെ സിനിമ നമുക്കറിയാം ഒരു സീരിയലിനേക്കാൾ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ഫ്രെയിമുകളൊക്കെ ആയിരുന്നു. ഇത് കളർ ഗ്രേഡിംഗ് ആണെങ്കിലും അതിലെ ആക്ടേഴ്സ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് വളരെ ക്വാളിറ്റിയോടുകൂടി ആ മൂവിയെ അവർ സമീപിച്ച പോലെ തോന്നുന്നുണ്ട്. ഏതായാലും ആ ഒരു സിനിമ കേരളത്തിൽ ഇറക്കണ്ട അല്ലെങ്കിൽ ഇറങ്ങണ്ട എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മളത് കാണണം, നമ്മളത് കണ്ടിട്ട് അതേപോലെ ഒരു സിനിമ എടുത്ത് അവർക്ക് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അവരെ ബാധിക്കുന്ന കാര്യം എന്താണോ, അല്ലെങ്കിൽ അവരെ നമുക്ക് മാന്താൻ പറ്റുന്ന കാര്യം എന്താണോ എന്ന് നോക്കി ഒരു സിനിമ ചെയ്ത് അവിടെ റിലീസ് ചെയ്യിപ്പിക്കാനാണ്, അങ്ങനെയാണ് ആ ഒരു സിനിമയെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം കയറ്റി കൊണ്ടുവന്നിട്ട് ഇതിവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അസഹിഷ്ണുതയുടെ ഭാഗമാണ് എന്ന് പറയാം. നമുക്കറിയാം കേരളത്തിൽ ഇങ്ങനെയല്ല എന്നുള്ളത് 100% കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് പിന്നെ എന്തിനാണ് നമ്മളത് അതിനെ എതിർക്കേണ്ട കാര്യം? ആ ഒരു സിനിമ ഇറങ്ങട്ടെന്നേ, കാണേണ്ടവർ കാണാൻ ഇഷ്ടമുള്ളവർ കാണട്ടെ, അതിനെ എതിർക്കുന്നവർ എതിർക്കട്ടെ. സിനിമ ഒരു വ്യവസായമാണ്. നമ്മുടെ സിനിമകൾ കണ്ണൂരില് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ അത് ഇറക്കാൻ അവിടെ കഴിഞ്ഞില്ല. അതിനൊക്കെ കാരണം SFIയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അവരാണ് ഇപ്പോൾ ബീഫിനെതിരെ സമരം ചെയ്യുന്നതും ഈ ബീഫ് വലിയ രീതിയിൽ വിളമ്പുന്നതും ഒക്കെ. അപ്പോ അവരെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയല്ല നമ്മൾ വളർത്തേണ്ടത് ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യം എങ്ങനെയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്, ഏത് രീതിയിലാണ് അവരതിനെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനേക്കാൾ വലിയൊരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കി റിലീസ് ചെയ്യാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു അതിൻ്റെ ഒരു ട്രെയിലർ റിലീസായിട്ട്. ഏതായാലും ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. സിനിമ നല്ല രീതിയിൽ ഇറങ്ങട്ടെ എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.